നമ്മളപ്പോൾ ഇന്ന് അസർബൈജാനിലെ ഒരു ഹിഡൻ സ്പോട്ട് കാണാൻ പോവാണ്. ഹിഡൻ സ്പോട്ട് എന്ന് തന്നെ പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാദ്യം ChatGPT-യോട് കുറച്ച് നല്ല അസർബൈജാൻ സ്പോട്ട്സ് ഒക്കെ ചോദിച്ചപ്പോൾ അതിനകത്ത് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ ലോക്കൽസ് പറഞ്ഞിട്ടും നിയർ ബൈ സ്പോട്ട് എന്നൊക്കെ അടിച്ചു കൊടുത്തിട്ട് കിട്ടിയതാണ് നമുക്ക് ഈ പിങ്ക് ലേക്ക് എന്ന് പറയുന്നത്. ഇച്ചിരി ട്രാവൽ ഉണ്ട്, പക്ഷെ നൈസാണ് അവിടുത്തെ വ്യൂ കാണാനായിട്ട്. കുറച്ച് ഉള്ളിലോട്ട് നടന്നു കഴിഞ്ഞാലാണ് ആ വ്യൂ കാണാനായിട്ട് പറ്റുക. നിങ്ങൾക്ക് എത്രത്തോളം പിങ്ക് വിസിബിളായി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മളവിടെ നിൽക്കുമ്പോൾ നമുക്ക് പക്കയായിട്ട് നമുക്ക് നല്ല പിങ്കിഷ് ഈ സൈഡിലായിട്ട് കാണാനായിട്ട് പറ്റും. നല്ല രസമാണ് അവിടെ നിൽക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് ടൈമിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മെയിൻ സംഭവമായ ഫുഡ് സ്പോട്ടിലോട്ട് നമ്മൾ ഇറങ്ങി. അപ്പം നമ്മൾ കുറച്ച് സ്വീറ്റായിട്ട് ഡെസേർട്ട്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കയറിയത്. നല്ല നല്ല രസമുള്ള ഡെസേർട്ട്സാണ്. എനിക്ക് പൊതുവെ കാരമൽ ഫ്ലേവർഡ് അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇവിടുത്തെ കാരമൽ കേക്കും സംഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ആംബിയൻസ് ആട്ടോ. മുകളിൽ കണ്ടില്ലേ മേഘങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ ചായ എത്തിയിരിക്കുകയാണ്. ഇവർ ടീ ഒക്കെ സെർവ് ചെയ്യുന്നത് ആ ഒരു ഫ്ലാസ്കോ എന്താ അതിനെ പറയുക, ആ ഒരു ബോട്ടിലൊക്കെ തന്നെ നല്ല നല്ല നൈസാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് സമയമില്ലെങ്കിലും സമയം കണ്ടെത്തി പോകേണ്ട ഒരു മ്യൂസിയമാണിത്, ഹൈദർ അലി മ്യൂസിയം. ഭയങ്കര രസമാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ ചോദിക്കും കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളതൊക്കെ, പക്ഷെ അതിനകത്ത് ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കാണുന്നുണ്ട്, ഇതൊരു 3 സാരി ടൈപ്പ് കൊണ്ട് അവർ വെച്ചിരിക്കുക. ഇതിങ്ങനെ എയറിൽ പറക്കുന്നതാണ്. അസർബൈജാനിൻ്റെ ഫ്ലാഗ്സിൻ്റെ 3 കളേഴ്സാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നല്ല വൈഡ് ആൻഡ് ഹ്യൂജ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണത്. ശരിക്കും കാണണം. അസർബൈജാൻ മൊത്തം അതിനകത്തുണ്ട്. ഇതുണ്ടല്ലേ കാർപ്പറ്റ് മ്യൂസിയം, ഇത് ഈ ഹൈദർ അലി സെൻറ്റർ, ഫ്ലെയിം ടവേഴ്സ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. നല്ല രസമാണ് അതിൻ്റെ ഉള്ളത്തെ ഗ്രാഫിക്സും കാര്യങ്ങളും ആർട്ടും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോകുമ്പോഴേക്കും അപ്പോൾ ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട്. 3rd ഡേ അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ആ മ്യൂസിയത്തിൽ തന്നെ ഒരുപാട് സമയം കളഞ്ഞു. അങ്ങനെ നമ്മുടെ സ്ഥിരം പരിപാടിയെ ചായയും ഫുഡോടുകൂടി 3rd ഡേ നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ 4th ഡേയിലെ ഡീറ്റെയിൽസുമായിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.